സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ ദിക്ഷലിനാണ് ഇന്ന് ജീവൻ നഷ്ടമായത്. ഉറങ്ങുന്നതിനിടെയാണ് പുലർച്ചെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ദിക്ഷലിനെ ആദ്യം എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ല എന്ന് കുടുംബം പ്രതികരിച്ചു. തൃശൂരിൽ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേൽക്കുകയും 8 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് വീണ്ടും ഒരു ദാരുണാന്ത്യം. തിരുവനന്തപുരം ചിറയൻകീഴ് അരൂർ സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിനാണ് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടമായത്. പുലർച്ചെ 2:30 സംഭവം. അടച്ചുറപ്പില്ലാത്ത വീടിനുള്ളിൽ മുത്തശ്ശിയോടൊപ്പമാണ് കുട്ടി ഉറങ്ങാൻ കിടന്നത്. ഇതിനിടെയാണ് ഉറക്കത്തിൽ നിന്ന് കുട്ടി ഞെട്ടിയെണീറ്റ് തന്റെ കാലിൽ എന്തോ കടിച്ചെന്ന് വീട്ടുകാരോട് പറഞ്ഞത്. ഉടൻ തന്നെ കുട്ടിയെ വീട്ടുകാർ സമീപത്തെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശം നൽകി. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. പിന്നീട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും പിടികൂടി. അവിടെ നിന്ന് ഒരു നിസ്സാരമായിട്ടാണ് എടുത്ത്. ഞാൻ എൻ്റെ ഡൗട്ട് കൊണ്ട് ഞാൻ പൈതര കടിയേറ്റണൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളതുകൊണ്ട് അങ്ങനെ ആവുമെന്ന് പറഞ്ഞു. ചിറയൻകീഴ് ആശുപത്രി എന്നാണോ? അവൻ പറയുന്നുണ്ട് എന്തോ വലിയ സാധനം കാലിൽ കയറി കടിച്ചു, കാല് നല്ല വേദനയുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ടായിരുന്നു. പേടിച്ച സമയത്ത് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഛർദ്ദിക്കാനായിട്ട് മതിയപ്പോഴത്തേക്കും പിന്നീട് തൊണ്ടയിൽ എന്തോ കുടുങ്ങി. ആദ്യം കുട്ടിയെ എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭ്യമായില്ലെന്നും ഇതിനിടെ കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. അതേസമയം കുട്ടിയുടെ കാലിൽ പാമ്പിന്റെ കടിയേറ്റതായി ഇൻക്വസ്റ്റ് നടപടികളിൽ കണ്ടെത്തി. മരിച്ച ദിക്ഷൽ ചിറയൻകീഴിലെ സ്വകാര്യ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.